ബിസിനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഫ്രീ ഓഫ് കോസ്റ്റിലുള്ള പുതിയൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സിനെ പറ്റിയാണ്. ഇതിന് വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. അതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. നമുക്ക് എവിടെ ഇരുന്നുകൊണ്ടും എവിടെ നിന്നുകൊണ്ടും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. നമുക്കിതിന് ഓഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന്, സ്ഥലക്കച്ചവടങ്ങളിൽ നമുക്ക് ബ്രോക്കറാകാം. അല്ലെങ്കിൽ വീട് റെൻറ്റിന് കൊടുക്കുന്ന അല്ലെങ്കിൽ കെട്ടിടങ്ങളോ മറ്റ് സംഭവങ്ങളോ റെൻറ്റിന് കൊടുക്കുന്നത് ഏജൻ്റ് ആകാം. അങ്ങനെ ഈ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്ത് അതിൻ്റെ ഇടയ്ക്കുന്ന് ലാഭം നേടാനാകും. ആദ്യം ഞാനിവിടെ പറയാൻ പോകുന്നത് വീട് കെട്ടിടങ്ങൾ റെൻറ്റിന് കൊടുക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനെ പറ്റിയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ഈ ടെക്നോളജിയും എല്ലാം അഡ്വാൻറ്റേജ് ആയിട്ട് വന്ന കാലത്ത് ഈ ഒരു ബിസിനസ് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് മാറിയിട്ടുണ്ട്. നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ടെക്നോളജീസ് ഒന്നും ഇല്ലായിരുന്നു. ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് പോയി കാര്യങ്ങൾ അന്വേഷിച്ച് എവിടെയെങ്കിലും വീടുകൾ കൊടുക്കാനുണ്ടോ എന്ന് അന്വേഷിക്കണം. അത് കഴിഞ്ഞ് പിന്നെ അത് മേടിക്കാൻ ആളുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കണം. അങ്ങനെ കുറച്ച് യാത്രകളും കാര്യങ്ങളും എല്ലാം വേണ്ടി വന്നിരുന്ന ഒരു ബിസിനസ് മേഖലയായിരുന്നു റെൻറ്റിന് കൊടുക്കാനുള്ള ഏജൻസി. പക്ഷേ ഇന്നത്തെ കാലത്ത് അതല്ല, അതെല്ലാം വളരെ എളുപ്പമായിട്ടുണ്ട്. കാരണം ഇന്ന് ടെക്നോളജീസ് ഒരുപാട് അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. OLX ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇതിൻ്റെ അകത്തൂടെ എല്ലാം നമുക്ക് വീടുകൾ എവിടെയെങ്കിലും വാടകയ്ക്ക് കൊടുക്കാനുണ്ടോ എന്ന് അറിയാൻ പറ്റും. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു വീടിൻ്റെ ഫോട്ടോയും വാടകയും എല്ലാം കൂടെ എടുത്തുനിന്ന് FB മാർക്കറ്റ് പ്ലേസിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് നോക്കി, സംഭവം ഭയങ്കര പെട്ടെന്ന് റീച്ചാകും. ഒരുപാട് റിക്വസ്റ്റും എൻക്വയറീസും വരാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് നടക്കുന്നത് വാടക വീടുകളാണ്. അത് കിട്ടാനും പാടാണ് വാടക വീടുകൾ. പിന്നെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് പോയി തപ്പി കണ്ടുപിടിക്കാൻ. കാരണം എല്ലാവരും ഇന്നത്തെ കാലത്ത് ജോലി സംബന്ധമായി എല്ലാം ബിസിയാണ്. എല്ലാവർക്കും സമയമില്ല അങ്ങനെ ഒന്ന് തപ്പി കണ്ടുപിടിക്കുക എന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ് നടക്കുന്നത് ഫേസ്ബുക്കിലും OLXലുമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി നോക്കണം, ഇന്ന പോലെ വീടുകളോ കെട്ടിടങ്ങളോ എല്ലാം വാടകയ്ക്ക് കൊടുക്കാനുണ്ടോയെന്ന്. കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ഒരു റീസണബിൾ റേറ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ പോയി അന്വേഷിക്കുക. അതിൻ്റെ പിക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കുക, നമ്മുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക. ഇന്ന പോലെ ഇന്ന സ്ഥലത്ത് വീട് കൊടുക്കാനുണ്ട്, ഇതിന് ഇത്രയാണ് എമൗണ്ട് വാടക വരുന്നത്, സെക്യൂരിറ്റി ഇത്രയാണ് അന്ന് മാത്രം കൊടുക്കുക. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വീടിൻ്റെ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ ആക്ച്വൽ ലൊക്കേഷൻ ഒരിക്കലും ഫേസ്ബുക്കിലോ മാർക്കറ്റ് പ്ലേസിലോ കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ലൊക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇത് വാങ്ങാൻ ആവശ്യപ്പെടുന്നവർ നേരിട്ട് പോയി ഡീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു അധ്വാനം അതിൻ്റെ അകത്ത് വേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പേരോ അഡ്രസ്സോ കാര്യങ്ങളൊന്നും തന്നെ കൊടുക്കരുത്. നമ്മുടെ ഫോൺ നമ്പർ മാത്രമേ കൊടുക്കാവുള്ളൂ. അപ്പോൾ ഈ വീട് റെൻറ്റിനും കാര്യങ്ങളൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഡയറക്റ്റ് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന പോലെ കാര്യങ്ങൾ പറയണം, ഇത്ര രൂപയാണ് റെൻറ്റ്, ഇത്ര രൂപ സെക്യൂരിറ്റി കൊടുക്കണം. അപ്പോൾ അവർക്ക് ഓക്കെയാണ്, പടമൊക്കെ കണ്ട് ഓക്കെ ആണെങ്കിൽ അവർ ഇന്ന ദിവസം കാണാൻ തയ്യാറാകും. നമ്മളപ്പോൾ ഇവരെ കൂട്ടിക്കൊണ്ടുപോയി വീട് കാണിക്കുക. ഓണറുമായിട്ട് ഇവർക്കൊരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് നമ്മളും ഇവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കൊടുത്താൽ മതി. പിന്നെ എന്തെങ്കിലും വലിയ ഡിമാൻഡോ കാര്യങ്ങളോ പറയുവാണെങ്കിൽ മാത്രം ഓണറുമായിട്ട് ഇവരെ കൊണ്ട് കമ്മ്യൂണിക്കേഷൻസ് ചെയ്യിച്ചാൽ മതി. നമ്മുടെ ലാഭം ഇതിൻ്റെ അകത്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ 1 മാസത്തെ റെൻ്റാണ് ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഏജൻറ്റിന് കമ്മീഷനായി കൊടുക്കേണ്ടത്. അതുമാത്രമല്ല, നമുക്ക് ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാരെ പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ അവരുടെ കീഴിലോ അവരുടെ കെയർ ഓഫിലോ എന്തെങ്കിലും സ്ഥലങ്ങൾ കൊടുക്കാനോ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതറിയാൻ പറ്റും. നമുക്കത് വേറെ സ്ഥലത്തേക്ക് മറിച്ച് വിൽക്കാൻ പറ്റും. വേറൊരു കാര്യമുള്ളത്, ഈ ബിസിനസ്സിൻ്റെ ഒരു എത്തിക്സ് എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇടയ്ക്ക് നിന്ന് ഈ കമ്മീഷൻ മേടിക്കുന്ന മാത്രമേ ഉള്ളൂ. അതല്ലാതെ റെൻറ്റ് കൂട്ടി പറയുക, സെക്യൂരിറ്റി കൂട്ടി പറയുക, അതൊക്കെ ഇതിൻ്റെ ഒരു എത്തിക്സിന് യോജിച്ച കാര്യമല്ല. മാത്രമല്ല, ഇത് നമ്മൾ അങ്ങനെ റെൻറ്റ് കൂട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അറിഞ്ഞാൽ നമ്മുടെ മാത്രമല്ല, നമ്മളിതിൻ്റെ ഇടയ്ക്ക് നിന്ന് റെൻറ്റ് കൂട്ടി മറ്റുള്ളവരോട് പറഞ്ഞു കഴിയുമ്പോൾ അവർ എങ്ങനെ പോയാലും അറിയാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളോടുള്ളൊരു വിശ്വാസം കുറയും. ആ വിശ്വാസം കുറയുന്നതിൻ്റെ പേര് നമ്മുടെ കച്ചവടവും പിടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇനി അടുത്തത് പറയാൻ പോണ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിൻ്റെ കാര്യമാണ്. അതും വലിയ സ്ഥലക്കച്ചവടങ്ങൾ. ഏറ്റവും കൂടുതൽ ലാഭം നേടാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് സ്ഥലക്കച്ചവടം. സ്ഥലക്കച്ചവടം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന സ്ഥലം കാണുക. ആ സ്ഥലം കണ്ടിട്ട് അതിൻ്റെ ഓണറുമായി സംസാരിക്കുക. എത്രയാണ് സെൻറ്റിന് എമൗണ്ട്, ഇത് നെഗോഷ്യബിൾ ആണോ, എങ്ങനെയാണ് ബ്ലാക്ക് ആയിട്ടാണോ വൈറ്റ് ആയിട്ടാണോ മണി സ്വീകരിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുക. അത് കഴിഞ്ഞ് ഈ സെയിം സംഭവം തന്നെ നമ്മൾ ചെയ്യുക. പിക്ക് എടുക്കുക, നമ്മുടെ ഓൺ പ്രൊഫൈലിൽ ഇടുക. നമ്മൾ അങ്ങനെ ഒരു കച്ചവടക്കാരെ കണ്ടുപിടിക്കുക. നമുക്ക് വേണമെങ്കിൽ വേറെ കച്ചവടക്കാരെ അല്ലെങ്കിൽ സബ്ബായിട്ടോ കണ്ടുപിടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാം. അതിനുശേഷം നമ്മളും ഇവരുമായിട്ട് 3 പേരും കൂടി ഒരു ചർച്ച ചെയ്യുക. എങ്ങനെയാണ് എമൗണ്ട്, എത്ര രൂപ കുറയും,
സ്ഥലത്തിൻ്റെ മൊത്തം വിറ്റുവരവിൻ്റെ 10% കമ്മീഷനായിട്ട് കിട്ടുക. ആ 10% എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ്. പക്ഷേ ഈ ഒരു കച്ചവടത്തിൽ വേറെ പ്രത്യേകത ഉള്ളത്, ഇന്ന് ആവശ്യക്കാർ വരുവാണെങ്കിൽ നാളെ നടക്കുന്ന കച്ചവടമായിരിക്കില്ല റിയൽ എസ്റ്റേറ്റ് കച്ചവടം. അതിന് കുറച്ച് താമസമൊക്കെ എടുക്കും. ചിലപ്പോൾ 1 മാസമായിരിക്കാം, 2 മാസമായിരിക്കാം. പക്ഷേ ഈ ഒരു കച്ചവടം നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് വരാൻ പോകുന്ന വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. പിന്നെയുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കച്ചവടം നടക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ മേഖലയിലും ഒന്ന് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ എല്ലാ മേഖലയിലും ഒരു മേൽനോട്ടം വഹിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുദ്രപത്രം എഴുതുമ്പോഴും മുദ്രപത്രം വാങ്ങാൻ പോകുമ്പോഴും മറ്റ് വില്ലേജിലെയും പഞ്ചായത്തിലെയും എല്ലാ പരിപാടിയായിട്ടും നമ്മളും കൂടെ ഒന്ന് ഇൻവോൾവ് ആകണം. കാരണം അങ്ങനെയൊക്കെ ഇൻവോൾവ് ആയെങ്കിലേ അവർക്ക് നമ്മളിന്മേൽ ഒരു വിശ്വാസം വരികയുള്ളൂ. ആ വിശ്വാസത്തിന്മേലായിരിക്കാം നമുക്ക് അടുത്ത കച്ചവടം കിട്ടുന്നത്. അത് ചിലപ്പോൾ ഇവരുടെ കെയർ ഓഫിലായിരിക്കാം, ഇവർക്ക് പരിചയമുള്ള ആൾക്കാരുടെ കെയർ ഓഫിലും ആയിരിക്കാം. അപ്പോൾ ഞാനിന്നിവിടെ പറഞ്ഞത് 2 തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ബിസിനസ്സാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. വളരെ ലളിതമായി ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഇതിനാകെ വേണ്ടത് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. മറ്റുള്ളവരെ കയ്യിലെടുക്കാനും മറ്റുള്ള സംഭവത്തിനെ പൊലിപ്പിച്ച് പറയാനും അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളെ നമ്മൾ വളരെ ആകർഷണീയമായി പറയാനും ഒരു വാക്ചാതുര്യത്തിന് വേണം നമുക്ക്. അതുമാത്രം മതി ഈ ബിസിനസ് ചെയ്ത് വിജയിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അടുത്തൊരു ബിസിനസ്സിൻ്റെ എപ്പിസോഡുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.